ശബരിമലയിലെ പ്രസാദം വാങ്ങാൻ എത്തണമെന്ന് പറഞ്ഞ് പിണങ്ങിക്കഴിയുന്ന ഭാര്യയെ വിളിച്ചു വരുത്തി വെട്ടിക്കൊന്ന് കൊടും ക്രൂരത ചെയ്തിരിക്കുകയാണ് ഭർത്താവ്. ആളുകൾ നോക്കി നിൽക്കുകയായിരുന്നു ഇയാൾ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. തമിഴ്നാട് ചെന്നൈയിലെ മേടവാക്കം കൂട്ട്റോഡ് ബസ് സ്റ്റോപ്പിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം നടന്നത്. മേടവാക്കത്ത് ഒരു ബ്യൂട്ടി പാർലറിലെ ജീവനക്കാരിയായിരുന്ന ജ്യോതിയാണ് അതിദാരുണമായി കൊലപ്പെട്ടിരിക്കുന്നത്. ജ്യോതിയുടെ ഭർത്താവ് മണികണ്ഠനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് പോലീസ് വെളിപ്പെടുത്തുന്നത് ഇരുവരും 7 വർഷം മുൻപാണ് പിണങ്ങിയതെന്നും ജ്യോതി 3 കുട്ടികളെയും കൊണ്ട് വേറെ താമസിക്കുകയായിരുന്നു എന്നുമാണ്. 2009 ഇവരുടെ വിവാഹം. എന്നാൽ ഭാര്യ ഭർത്താവിന്റെ ബന്ധുവായ മറ്റൊരു യുവാവുമായി അടുപ്പത്തിലായി. തുടർന്ന് മണികണ്ഠൻ വീട്ടിലേക്ക് തിരികെ വരാൻ നിരന്തരം ശല്യം ചെയ്തു ഭാര്യയെ. പക്ഷേ യുവതി ഇതിന് സമ്മതിച്ചില്ല. തുടർന്ന് ദേഷ്യം തോന്നിയ ഇയാൾ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ഭാര്യയെ വിളിച്ചു വരുത്തി. ശബരിമലയിൽ നിന്നുള്ള പ്രസാദം കൊണ്ടുവന്നതായും സ്വീകരിക്കാൻ എത്തണമെന്നും ആവശ്യപ്പെട്ട് മണികണ്ഠൻ യുവതിയെ വിളിച്ചു വരുത്തിയത്. പിന്നീട് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ആക്രമണം തടയുന്നതിനിടെ മണികണ്ഠന്റെ ചെരിപ്പൂരി അടിച്ച ശേഷം യുവതി സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. ഇതിന് പിന്നാലെ കൃഷ്ണമൂർത്തിയോടൊപ്പം മണികണ്ഠനോട് സംസാരിക്കാനായി ജ്യോതി തിരികെ എത്തി. മദ്യപിച്ച് ലെക്കുകെട്ട അവസ്ഥയിലായിരുന്നു മണികണ്ഠൻ ഈ സമയം ഉണ്ടായിരുന്നത്. ഇരു കൂട്ടരും തമ്മിൽ തർക്കമുണ്ടായതിന് ഇടയിലാണ് മണികണ്ഠൻ കത്തിയെടുത്ത് ജ്യോതിയെയും കൃഷ്ണമൂർത്തിയെയും ആക്രമിക്കാനായി തുടങ്ങിയതും. നിരവധി തവണ കത്തിയെടുത്ത് ഇയാൾ ജ്യോതിയെ വെട്ടി. തടയാൻ ശ്രമിച്ച കൃഷ്ണമൂർത്തിക്കും വെട്ടേൽക്കുകയുണ്ടായി. ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നവർ ഇയാളെ ചേർത്ത് പിടിച്ച് വെച്ചതുകൊണ്ടാണ് മണികണ്ഠനെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. പരിക്കേറ്റ കൃഷ്ണമൂർത്തിയും ജ്യോതിയെയും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. എന്നാൽ ജ്യോതിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കൃഷ്ണമൂർത്തി ചികിത്സയിൽ തുടരുകയാണെന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത്.